നമസ്കാരം. കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ വമ്പൻ മുന്നേറ്റം നേടിയിരിക്കുകയാണ് ഇന്ത്യ. 2014-2015 സാമ്പത്തിക വർഷത്തിനും 2022-2023 സാമ്പത്തിക വർഷത്തിനും ഇടയിൽ ഇന്ത്യയിൽ നിന്നുള്ള കളിപ്പാട്ട കയറ്റുമതിയിൽ 239% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കാലയളവിൽ ഇറക്കുമതിയാവട്ടെ 52% കുറയുകയും ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര കളിപ്പാട്ട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും ചൈനയ്ക്കൊപ്പം തന്നെ മറ്റൊരു പുതിയ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തണം എന്ന ആഗോള നിക്ഷേപകരുടെ നിലപാടുമാണ് നിലവിൽ ഇന്ത്യക്ക് നേട്ടമായിരിക്കുന്നത്. ആഭ്യന്തര കളിപ്പാട്ട നിർമ്മാതാക്കളെ സംരക്ഷിക്കുന്നതിനായി ഇറക്കുമതി തീരുവ കുത്തനെ ഉയർത്തിയതും രാജ്യത്ത് വിൽക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് BSI അംഗീകാരം നിർബന്ധമാക്കിയതുമൊക്കെ ഇന്ത്യക്ക് അനുകൂല ഘടകങ്ങളായിരുന്നു. ഈ കാലയളവിൽ കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതിക്ക് കേന്ദ്ര സർക്കാർ 70% കസ്റ്റംസ് തീരുവയാണ് ഏർപ്പെടുത്തിയത്. മുൻപ് ആഭ്യന്തര വിപണിയിൽ വിൽക്കുന്ന 80% കളിപ്പാട്ടങ്ങളും ചൈനയിൽ നിന്നുമാണ് നമ്മുടെ രാജ്യത്ത് എത്തിയിരുന്നത്. എന്നാൽ 10 വർഷം മുൻപ് കേന്ദ്ര സർക്കാർ BSI നിർബന്ധമാക്കിയതോടെ ചൈനീസ് കളിപ്പാട്ടങ്ങളുടെ വിൽപ്പനയിൽ വലിയ ഇടിവാണ് ഉണ്ടായത്. നിലവിൽ ആഗോള വിപണിയിലെ മുൻനിരക്കാരായ ഹാസ്ഗ്രോ, മാറ്റൽ, സ്പിൻ മാസ്റ്റർ, ഏർലി ലേണിംഗ് സെന്റർ എന്നിവർ ഇന്ത്യൻ കമ്പനികളിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കളിപ്പാട്ട ഉത്പാദന മേഖലയിലെ ആഗോള ഭീമന്മാരായ ഇറ്റലിയിലെ ഡ്രീം പ്ലാസ്റ്റ്, മെക്ട്രോ പ്ലാസ്റ്റ്, ഇൻകാസ് എന്നിവ ചൈനയിലെ നിക്ഷേപം ഇന്ത്യയിലേക്ക് മാറ്റാൻ ഒരുങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അടുത്ത 4 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ നിന്നുള്ള കളിപ്പാട്ടങ്ങളുടെ കയറ്റുമതി മൂല്യം 25,000 കോടി രൂപയിൽ എത്തിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നിലവിൽ 17,000 കോടി രൂപയാണ് ഇന്ത്യയുടെ കളിപ്പാട്ട മേഖലയിൽ നിന്നുള്ള കയറ്റുമതി വരുമാനം. എന്തായാലും ചൈനയെ സംബന്ധിച്ച് ഇത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. നമുക്കറിയാം, ചൈനീസ് ടോയ്സിന് ഒരു കാലത്ത് നമ്മുടെ രാജ്യത്ത് വലിയ ഒരു ആരാധക വൃന്ദം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും കുട്ടികൾക്കിടയിൽ. പക്ഷേ ഇപ്പോൾ ഈ ട്രെൻഡ് മാറി മറിഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ ഗുണമേന്മയേറെയുള്ള കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ഈ മേഖലയിൽ നടത്താൻ ഇന്ത്യക്ക് സാധിച്ചത്. ന്യൂസ് ഡെസ്ക് VCD മലയാളം.